നിങ്ങൾ രണ്ട് കണ്ണുടച്ചിരുന്നിട്ട് ഞാനീ പറയണതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എന്നത്തെയും പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങി. സുബിൻ്റെ നേരെയപ്പോൾ ഇപ്പിയും ഇമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എണീക്കാൻ പറ്റണില്ല. പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി. പിന്നെ അത് പൊട്ടിക്കരച്ചിലായി. ഉറക്കെ ഒരലമുറയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റണില്ല. അപ്പോൾ അവിടെ നിന്ന് ആരോ പറയണത് കേട്ട് ഇന്നലെ രാത്രി ചോറൊക്കെ കഴിച്ച് നല്ലവണ്ണം കിടന്നുറങ്ങിയതാണ്, സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നല്ലോ എന്ന്. അപ്പോൾ നമുക്ക് പൂതിയുണ്ട്, എടോ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് 2-3 മൊയ്യാക്കന്മാർ വന്നിട്ട് ചുറ്റുകൂടിയിട്ടിരുന്നിട്ട് യാസീൻ ഓതാൻ തുടങ്ങി. അറിയണവരൊക്കെ കൂടുണ്ട്, ഒരൊക്കെ യാസീൻ ഓതി തോർക്കുണ്ട്. അപ്പോൾ 2-3 ആൾ അപ്പുറത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം കുറിക്കരുതെന്ന്. ഇതുവരെ നമ്മളെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാരെ പിന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പെടയാണ്. പക്ഷെ നമുക്ക് റൂഹില്ലല്ലോ, നമ്മളെ ജസദല്ലേ ഉള്ളൂ. അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ചിട്ട് ഇനി അവസാനമായിട്ട് ആർക്കെങ്കിലും കാണാണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവസാന വട്ടം മണേറയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി. പള്ളിക്കല ഖത്തീബ് വന്നിട്ടുണ്ട്. മൂപ്പർ യാസീൻ ഓതി തോർന്ന് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അകമ്പടിയിൽ നമ്മളങ്ങനെ കൊണ്ടുപോവാണ്. പള്ളിയിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചാളുകൾ ചായയും ബിസ്ക്കറ്റൊക്കെ തിന്ന് അങ്ങനെ മെല്ലെ പോയി. കുറച്ചാളുകൾ നമ്മളെ മണ്ണറയിലേക്ക് വെക്കണത് നോക്കി നിന്ന്. കുറച്ചാളുകൾ 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തിൽ കൂടി ശേഷമുള്ള ദുആയിലൊക്കെ കൂടിയിട്ട് കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു മൈലാഞ്ചി കൊമ്പ് പൊട്ടിച്ച് ഖബറിനരികത്ത് കുത്തിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരും പോയി. അങ്ങനെ ഖബറിൽ ഇങ്ങനെ കിടക്കുന്ന നേരത്ത് നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നമ്മൾ ഹൃദയം കൈമാറിയ ഒരാൾ ഖബറിൻ്റെ അരികത്ത് ഇങ്ങനെ വന്നിട്ട്, ഇവനെൻ്റെ ചങ്ങായിയാണ് റബ്ബേ, പുറത്തു കൊടുക്കണ റബ്ബേ, മോനിൻ്റെ കൂടെയുള്ള കാലത്ത് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഞങ്ങൾ പങ്കുവെച്ചവരാണ് റബ്ബേ എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ.